ഹലോ ഗൈസ്, വെൽക്കം ടു വിച്ചുവേഴ്സ്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്നൊരു ബർത്ത്ഡേ ഷൂട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രാൻഡ് ഹോട്ടലിലാണ് ഷൂട്ട്. ഉണ്ണിച്ചേണ്ണും പൊന്നും അനന്തവും ഉണ്ട്. അപ്പോൾ അവർ എന്നെ വന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞേക്കണേ. അപ്പോൾ ഗൈസ് അവരെത്തിയിട്ട് കാണും. ഞങ്ങൾ ഗ്രാൻഡ് ഹോട്ടലിലെത്തി. ഇവിടെ ഉണ്ണിച്ചേണ്ണുണ്ട്, പൊന്നുണ്ട്, അനന്തവും ഉണ്ട്. അങ്ങനെ നോക്കട്ടെ അകത്ത് വന്നിട്ട്. അങ്ങനെ ഹോളിലെത്തി. ഹായ് ഉണ്ണിച്ചേട്ടൻ. ഉണ്ണിച്ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു അറിയിക്കണം. അങ്ങനെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് പൊന്നൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കണം. ഹായ് പൊന്നു. അനന്ത് നൈസായിട്ട് വന്നിട്ട് പണിയെടുക്കണം കാണിക്കാൻ വേണ്ടി അവിടെ ഇവിടെയൊക്കെ രണ്ട് തൊട്ടലെന്തോ ഉണ്ടാക്കാൻ ചെയ്യുന്നത്. പൊന്ന് പേരൊക്കെ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ പരിപാടിയോടെ കേട്ടോ. എന്നിട്ട് കാണിച്ചു തരാം. ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ജ്യൂസ് കുടിക്കാം. എന്താണത്? ഒരു ഷോട്ടടി, ഒരു ജ്യൂസ് കുടിച്ച് ഇനി അടുത്ത ജ്യൂസ് ട്രൈ ചെയ്യാം. ഇതെന്താണത്? അങ്ങാടി ഇങ്ങാടി തുറക്കാൻ തോന്നുന്നത്. ബ്രോ ഇതിവിടെ വെച്ചാൽ മതിയാ? ഇത് സെയിം സാധനം തന്നെയാണോ? ഓക്കെ. ട്രൈ ചെയ്തൊക്കെ എൻ്റെ മുഖം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവോ എന്താ അത്? ഞങ്ങൾ മാവേനെ വെച്ച് ഫോട്ടോ എടുക്കുകയാണ്. മാവിടെ നിന്ന് കളിക്കണേ. മാവ ചിരിക്കണില്ല. മാവ എന്നെ ഫോട്ടോ എടുക്കട്ടെ കുറച്ച്. നല്ല കൊച്ചിനെ വണ്ടി കയറ്റി. Guys, put your hands together, guys, please, for this wonderful event. ഗൈസ് ഞങ്ങളോട്ട് ഇരുന്നപ്പോൾ ഞങ്ങൾക്ക് കേക്കായിട്ട് വന്നു. ഞങ്ങൾ ഇവരുടെ ഒപ്പം ഉള്ള ആൾക്കാരാന്ന് വിചാരിച്ചിട്ടുണ്ടാവും കേക്കായിട്ട് ഇവിടെ വന്ന് സീറ്റ് ചെയ്തിട്ട് ഇരുന്നപ്പോഴത്തേക്കും. അനന്ത് ഞങ്ങൾ കേക്ക് കഴിക്കട്ടെ. ഞങ്ങൾ കേക്ക് കഴിക്കട്ടെ ഗൈസ്. ഗൈസ് ഞങ്ങളിവിടെ വർക്ക് എടുത്തോണ്ടിരിക്കണതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്ന രണ്ട് തെറ്റുകളുണ്ട്. അവന്മാരെന്താ ചെയ്യണമെന്ന് നോക്കിയേക്കെ. ഞങ്ങൾ തിന്നട്ടെ, അവര് പണിയെടുക്കണേ. ഗൈസ് ഇവന്മാർ ഭയങ്കര ഉടായിപ്പാണ്. ഇവന്മാർ പണിയൊന്നും എടുക്കാനുള്ള. ഇവന്മാർ ഇവിടെ ഇരുന്ന് ഫുഡും കഴിച്ച് വായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പണിയെടുക്കാണ്ട് വെറുതെ കിടക്കുന്ന കുഞ്ഞു അവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർ അഭിനയിക്കുന്ന ഉണ്ണിച്ചേട്ടൻ ഇവിടെ പണിയെടുക്കാണ്ടിരിക്കണം. ഞങ്ങൾ പൊന്നു ക്യാമറ കൈമാറി. ഇനി കുറച്ച് നേരത്തേക്ക് ഞാനാണ് ഷൂട്ട് ചെയ്യാൻ വേണം. ഞാൻ അനന്തവും കൂടി ഇനി പണിക്കിറങ്ങി. എന്താണ് അനന്ത് ലൈറ്റൊക്കെ റെഡിയാക്കണേ. ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ. ക്യാമറ ഞങ്ങൾ കൈമാറി പൊന്നെ. ഞാൻ അനന്തവും കൂടി സൂപ്പ് കുടിക്കണേ. എടാ അനന്ത് ഗൈസ് ഞങ്ങൾ വീണ്ടും തിന്നാൻ കയറി. ഒന്ന് സൂപ്പ് കുടിച്ച് നോക്കട്ടെ, കണ്ട് പറയാം. സൂപ്പ് കൊള്ളാം ഗൈസ്. സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ട്. സീരിയസ്ലി ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. അതുകൊണ്ട് മാത്രം ഞാൻ വന്ന് പറയാനുണ്ടത്. ഗൈസ് കൊള്ളാം. ഞങ്ങൾക്ക് രണ്ട് അമ്മമാർ വന്നിട്ട് ഡോണറ്റും പിന്നെ എന്താ ലോലിപോപ്പും തന്നു. ലോലിപോപ്പ് കുറച്ചാണ് കൈ തരിക. കൊള്ളാല്ലേ? നൈസായിട്ട് വീഡിയോ എടുക്കണമല്ലോ. എന്നിട്ട് സാധനം അനന്ത് വീഡിയോ എടുക്കുകയാണ്. വീഡിയോ എടുക്കുക. എന്താ അനന്ത് കട്ടെടുത്ത് കഴിച്ചത് വെക്കണ തിന്നാ. അനന്ത് മത്തി വിട്ട സാധനം നമുക്ക് കഴിച്ചു നോക്കാം ഗൈസ്. അതിനകത്ത് പൂമ്പാറ്റയൊക്കെ ഇരിക്കണുണ്ട്. ബട്ടർഫ്ലൈ. ഇതെങ്ങനെയാണ് തിന്നണേ? സ്പൂണൊന്നും ഇല്ലല്ലേ?
സ്പൂൺ എടുക്കാൻ വേണം ഗൈസ്. അനന്ത് സ്പൂൺ എടുത്തിട്ടെ. അനന്ത് അവിടെ നിന്നോ സ്പൂണൊക്കെ കട്ടുകൊണ്ട് തന്നെ ഉണ്ട് തിന്നാൻ വേണ്ടി. പടവനെ പട ഉണ്ട് ഇതുണ്ട്. കൊള്ളാവോ? പറഞ്ഞോണ്ട് എന്റെ വായിൽ വെച്ചാന്ന്. നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളാട്ടോ. ഇതിന്റെ കാൻഡിഡ് ആണോ? ഉണ്ണിച്ചേട്ടനാണോ കാൻഡിഡ്? ഇത് മ്യൂട്ട് ചെയ്യണം. ആർക്കെങ്കിലും വേണോ? വേണ്ട വേണ്ട. ക്യാമറ ഓഫ് ആയിട്ടൊന്നും വാങ്ങാനല്ലേ. ഞങ്ങൾ തിന്നട്ടെ. അങ്ങനെ വിഷ്ണു പണിയെടുക്കണ അപൂർവ നിമിഷങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. അത് എനിക്കും കൂടി വേറെന്താണെന്ന് അറിയോ? ഇതിൻ്റെ ഇതാണ് അമ്മച്ചിയുടെ കറി. അമ്മച്ചിയുടെ കറിയാ. എന്തിനാണെങ്കിലും എൻ്റെ പ്ലേറ്റിലും കൂടി. നല്ലോണം പാട്ടിസാൻ എന്താ പനീറാണോ? പ്ലേറ്റ് നിറഞ്ഞു. നിങ്ങൾ കൊതിയിടും. ഇപ്പോൾ പ്ലേറ്റ് ആണ് നല്ല വൃത്തിയില്ല. അതെ, നല്ല വൃത്തിയുണ്ട്. വാ നമുക്ക് എവിടെ ഇരിക്കാം. അത് എവിടെ ഇരിക്കാം. ഇതെന്താ ബുക്ക് ചെയ്തതാണോ? ക്യാമറ വെച്ച് ബുക്ക് ചെയ്തതാണോ? കോയിമ്പുറോട്ട ചിക്കൻ ഗ്രേവി. ഇന്നലെ എന്തൊക്കെയോ പറയണ്ടായിരുന്നു. കൊള്ളായിരുന്നു. എന്തെന്ന് ഇന്നലെ കൈയിട്ട് വാരിയ ഫുഡായിരിക്കുന്നോ, ഞങ്ങൾ കഴിക്കില്ലെന്നോ, അങ്ങനെയൊക്കെ ആരൊക്കെ എന്തൊക്കെയോ പറയണ്ടായിരുന്നല്ലോ. ഗൈസ്, ഞങ്ങൾ പണ്ട് ഇതേപോലെ കാറ്ററിങ്ങിന് പോയിട്ടുണ്ട് ഹോട്ടലിലൊക്കെ. ഇല്ലില്ല. അപ്പോൾ ഞങ്ങൾ ഓരോന്ന് കണ്ട കാഴ്ചകളൊക്കെ പറഞ്ഞതാണ്. അല്ലാണ്ട് പറഞ്ഞാൽ ഞാൻ തിന്നിട്ട് കാണാം ഗൈസ്. ഗൈസ്, ഞങ്ങൾ അടുത്ത സാധനമായി എത്തി. ഞങ്ങൾ വീണ്ടും റൈസ് എടുത്തു. വീണ്ടും അല്ല, അടുത്തത് റൈസ് എടുത്തു. ആളത് നന്നായി പൊളിച്ച്. അടുത്ത കണ്ടുപിടി ഞങ്ങൾ കുറച്ച് ചിക്കൻ കറിയും കൂടി ഇടട്ടെ. റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 5, 3. ഞാനും ഉണ്ണിച്ചാൻ്റെ കൂടി മിതമായ ഭക്ഷണങ്ങൾ എടുത്തുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വരുന്നത്. അപ്പം നമ്മൾ ആദ്യം കുറച്ച് ഫുഡ് എടുത്തു, കഴിച്ച് തീരാറായി. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടി തിന്നുന്നു. ഇവിടെ മറ്റൊരു വിഭാഗമുണ്ട്, തിന്നാൻ വേണ്ടി ജീവിക്കുന്നു. മൂന്നാമത്തെ റൗണ്ട് എന്താണ്ടായി. എങ്ങോട്ടാ പോണേ, എന്താ പോണേന്ന് അറിയാൻ പാടില്ല. ഓക്കെ ഗൈസ്, സീ യു ആഫ്റ്റർ ദിസ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും? ഐസ്ക്രീം. ഗൈസ്, കുറച്ച് ഐസ്ക്രീമും കൂടി കഴിക്കട്ടെ അല്ലേ, എന്നാലേ ഫീലാവുള്ളത്. ഞങ്ങൾ ഐസ്ക്രീം കഴിക്കട്ടെ. അതെ ഗൈസ്, പൊന്നുകട പണിയെടുക്കുന്നു, ഞങ്ങൾ ഇരുന്ന് തിന്നുന്നു. ഞങ്ങൾക്കൊന്ന് തിന്ന് തീർക്കട്ടെ. പൊന്നൊക്കെ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇനി ഞങ്ങൾ എടുത്ത് വണ്ടി കയറ്റി വീട്ടിൽ പോട്ടെ ഗൈസ്. ഞങ്ങളവിടെ ഉണ്ടായ ചെടി പൊക്കി 1, 2. നിങ്ങൾ ചോദിച്ചു ആടാ, അവളെ എടുത്താന്നാടാ. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് ചെടി കിട്ടി. അങ്ങനെ റൂം എത്തട്ടെ ഗൈസ്. ഷൂട്ടൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. ഞങ്ങൾ അപ്പോൾ വെള്ളം കുടിക്കാണ്ട് ഇവിടെ റൂമിൻ്റെ അടുത്തുള്ള കടയിൽ വന്നേക്കാണ്. അനന്ത് ഇവിടെ ഉണ്ട്. സന്തോഷ് അർജുന അതിനിടയ്ക്ക് വന്നിട്ടുണ്ട് ഗൈസ്. സന്തോഷ് അർജുന നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. എൻ്റെ വ്ളോഗിൽ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. നമുക്ക് വേറെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഫുൾ എഡിറ്റിങ്ങിലായിരുന്നു. രാത്രിയായി. ഇപ്പോൾ അപ്പുവേട്ടൻ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പുവേട്ടൻ കൊണ്ട് വീട്ടിലാക്കാന്ന് പറഞ്ഞ്. പിന്നെ അമ്പാഴ ചേട്ടൻ അപ്പുച്ചേട്ടനും കൂടി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടിനും കൂടി നേരെ വീട്ടിൽ പോകണതാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ഓക്കെ ബൈ.